അത് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ശ്രീ ടി സിദ്ദിഖ് കൂടി ചേരുകയാണ്. ശ്രീ ടി സിദ്ദിഖ്, DCC പ്രസിഡന്റ് എന്ന നിലയിലായാലും മന്ത്രി എന്ന നിലയിലായാലും ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിലായാലും ഒക്കെ അടയാളപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് TH മുസ്തഫ. TH മുസ്തഫയുടെ വിയോഗം ഏതർത്ഥത്തിലാണ് ആ വിടവ് സൃഷ്ടിക്കുന്നത്? വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങളൊക്കെ ഇംഫാലിൽ ഇവിടെ എത്തിയ സന്ദർഭത്തിലാണ് ഈ ദുഃഖകരമായിട്ടുള്ള വാർത്ത കേൾക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളം മേഖല ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്ത ഒരു നേതാവാണ് പ്രിയപ്പെട്ട TH മുസ്തഫ സാഹിബ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് തലത്തിൽ നിന്ന് വളർന്ന് ഓരോ ഘട്ടങ്ങളിലായി വന്നതിന് ശേഷം ആലുവയിൽ നിന്നുള്ള MLA, കുന്നത്തുനാട് നിന്ന് MLA, കെ കരുണാകരന്റെ ലീഡറുടെ വിശ്വസ്തനായ അനുയായി, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് നേതൃത്വം കൊടുത്ത് മാതൃകാപരമായിട്ടുള്ള നിരവധി ചടുലമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ത്രസിപ്പിക്കുന്ന ആർജവത്വത്തിന്റെ കരുത്തിന്റെ പ്രതീകമായിരുന്നു പ്രിയപ്പെട്ട TH മുസ്തഫ സാഹിബ്. അദ്ദേഹം പ്രായം അല്പം കൂടുതലായി വന്നെങ്കിലും പക്ഷേ ആ പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ വളരെ വിപുലമായ പ്രവർത്തന പഥം അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത് മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അവിടെയുള്ള ക്ലബിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു, അവിടെയുള്ള മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൽ ബന്ധമുണ്ടായിരുന്നു, സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്തിരുന്നു. ഒരു മനുഷ്യ സാധ്യമായ ഏതെല്ലാം മേഖലകളിൽ കൈവച്ച് മുന്നോട്ട് പോകാമോ അതൊക്കെ സാധ്യതമാക്കിയ ഒരു നേതാവാണ്. കോൺഗ്രസ് പാർട്ടിയിലെ കരുത്തിന്റെ പ്രതീകമാണ് പ്രിയപ്പെട്ട TH മുസ്തഫ. പോലീസും അതുപോലെയുള്ള വേട്ടയാടലുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലീസ് വേട്ടയിൽ നിന്ന് പാർട്ടി പ്രവർത്തകന്മാരെ സംരക്ഷിച്ചു നിർത്താനും അവർക്ക് ആത്മധൈര്യം പ്രദാനം ചെയ്യാനും TH മുസ്തഫയുടെ ഒരു വാക്കും സാന്നിധ്യവും മതിയായിരുന്നു. ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമയത്ത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെ അടിച്ചമർത്തൽ പ്രക്രിയക്കെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വാക്കുകളൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, പാർട്ടി പ്രവർത്തകരുടെ കുടുംബത്തിന്റെ വിഷമത്തിന്റെ കൂടെ ഞങ്ങളൊക്കെ അതിൽ പങ്കാളിയാവുകയാണ്. വ്യക്തിപരമായി പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ സക്കീർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റു മക്കളാണെങ്കിലും അവരൊക്കെയായി നല്ല ബന്ധവും ഊഷ്മളമായ ബന്ധവും. നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞു ഈ ആതിഥ്യ മര്യാദയുടെ കാര്യത്തിൽ TH മുസ്തഫയോട് ആരും വരില്ലെന്ന്. തീർച്ചയായും ഞാൻ ഏറ്റവും അവസാനം ഭാര്യാസമേതം ഞാൻ യാത്ര ചെയ്യുന്ന വേളയിൽ സക്കീറിനെ വിളിച്ചുകൊണ്ടാണ്, സക്കീറിന്റെ ബ്രദറും ഉണ്ടായിരുന്നു, അവരെ വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആ പോയ സമയത്ത് ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത്. തീർച്ചയായും അതുപോലെ ആളുകളോട് ഇടപഴകുന്ന, പെരുമാറുന്ന, സ്നേഹിച്ച് സൽക്കരിച്ച് യാത്രയാക്കുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം പരിമിതമാണ്. അതുകൊണ്ട് സ്വന്തം വീട് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഓഫീസായി പ്രവർത്തിക്കുന്ന വീടാണത്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ വെച്ച് നമസ്കരിക്കാനുള്ളതായിരിക്കുന്ന ഒരു മുറിയുണ്ട്. അവിടെ ആ നമസ്കാര മുറിയിൽ വെച്ച് നിസ്കാരം നടത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കുടുംബത്തോട് യാത്ര പറഞ്ഞാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഇത്രയും സ്നേഹത്തോടു കൂടി ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളെയും കോൺഗ്രസ് വികാരത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ഇണക്ക് കണ്ണിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ടി സിദ്ദിഖ്